പ്രിയപ്പെട്ടവരെ, നിലമ്പൂരിൽ പരാജയത്തിൽ നിന്ന് യേശുവിനെ പോലെ എം സ്വരാജ് ഉയർത്തെഴുന്നേൽക്കുമെന്ന് ദേശാഭിമാനിയിൽ AK ബാലന്റെ ലേഖനം. കുറ്റബോധം കൊണ്ട് യുദാസിനുണ്ടായ അനുഭവം അൻവർ ഓർമ്മപ്പെടുത്തുന്നു. നല്ല മനസ്സിന്റെ ഉടമയായ സ്വരാജിന്റെ തോൽവിയിൽ അടിയൊഴുക്കും കാരണമാണെന്നും AK ബാലന്റെ ലേഖനത്തിൽ പറയുന്നു. റഹീസ് റഷീദുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റഹീസ് റഷീദ്, ഗുഡ് മോർണിംഗ് വൺസ് അഗൈൻ. റഹീസ്, AK ബാലന്റെ ലേഖനം ഇപ്പോൾ ചർച്ചയാവുന്നുണ്ട്. യേശുവിനെ പോലെ ഉയർത്തെഴുന്നേൽക്കും സ്വരാജ് എന്നാണ് പറയുന്നത്. PV അൻവർ യുദാസ് ആണെന്നും പറയുന്നു. എന്താണ് ലേഖനത്തിൽ പറയുന്ന മറ്റു കാര്യങ്ങൾ റഹീഷ്? അരുൺ, നിലമ്പൂർ തോൽവി സംബന്ധിച്ച ഒരു ലേഖനമാണ് ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ പേജിൽ മുൻ കേന്ദ്ര കമ്മിറ്റി അംഗമായ AK ബാലൻ എഴുതിയിരിക്കുന്നത്. അതിലെന്തുകൊണ്ട് തോറ്റു എന്നതൊക്കെ വിശദമായി പറയുന്നുണ്ട്. കഴിഞ്ഞ തവണ കിട്ടിയ LDFന് കിട്ടിയ വോട്ട് അൻവർ കൊണ്ടുപോയി. ഭരണത്തിൻ്റെ ആനുകൂല്യം അൻവറിനൊരു പരിധിവരെ കിട്ടി, അതുകൊണ്ടാണ് ഇത്ര വോട്ട് പിടിച്ചത് എന്നതൊക്കെ പറഞ്ഞിട്ട് ഏറ്റവും അവസാന ലൈൻ എത്തുമ്പോഴാണ് ക്രിസ്തുദേവനെ ഓർമ്മപ്പെടുത്തി കുരിശിൽ തറച്ചതും പിന്നീട് ഉയർത്തെഴുന്നേറ്റതുമെല്ലാം ഓർമ്മപ്പെടുത്തിയുള്ള വരികളുള്ളത്. എം സ്വരാജ് ഉയർത്തെഴുന്നേൽക്കും എന്നതാണ് AK ബാലൻ പറയുന്ന കാര്യം. യേശുവിനെ ഒറ്റുകൊടുത്തതിന് യൂദാസിന് പണം കിട്ടി. ആ പണം വെച്ചിട്ടാണ് യൂദാസ് അക്കൽദാമ എന്ന ഭൂമി വാങ്ങിയത്. ആ ഭൂമി പിന്നീട് അറിയപ്പെടുന്നത് പാപത്തിൻ്റെ പണം കൊണ്ട് വാങ്ങിയ ഭൂമി എന്നതാണ്. അവിടെ വിരിഞ്ഞ പൂക്കൾക്ക് സുഗന്ധമല്ല ദുർഗന്ധമായിരുന്നു ഉണ്ടായിരുന്നത് എന്നതൊക്കെ പറഞ്ഞിട്ടാണ് കുറ്റബോധം കൊണ്ട് ആ ഭൂമിയിൽ യൂദാസ് തലതല്ലി മരിക്കുകയാണ് ഉണ്ടായത്. ആ കുറ്റബോധം, യൂദാസിനുണ്ടായ കുറ്റബോധം അൻവറിനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതായത് ആ യേശു ക്രിസ്തു കുരിശിൽ തറച്ച സംഭവവുമായി കണക്ട് ചെയ്ത് ആ ഒരു തോൽവിയോടുകൂടി സ്വരാജിനൊന്നും സംഭവിക്കില്ല, സ്വരാജ് ഉയർത്തെഴുന്നേൽക്കും എന്ന് മാത്രമല്ല PV അൻവർ പാർട്ടിയെ ചതിച്ച, മുന്നണിയെ ചതിച്ച യൂദാസാണ് എന്നാണ് AK ബാലൻ പറഞ്ഞു വെക്കുന്നത്.